നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനൂടെ ഒരു ആദായ നികുതി വകുപ്പിന് നോട്ടീസുണ്ട്. വിദേശത്ത് വെച്ച് നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വ്യക്തമാക്കണമെന്ന് നോട്ടീസിൽ പറയുന്നുണ്ട്. 2020 നടത്തിയ പരിശോധന തുടർച്ചയായി നടക്കുന്നതെന്നാണ് ആദായ നികുതി പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം പറയും അത് എമ്പുരാൻ ഇമ്പാക്ട് ആണെന്ന് പറയും. റാഫിക്കെയും കൊച്ചി അതിന്റെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റാഫി, ആദായ നികുതി വകുപ്പ് ഇ.ഡി. ഒക്കെ ആ സിനിമ ഒരു ബന്ധമില്ലെന്ന് പറയുകയാണെങ്കിലും പ്രതിപക്ഷം പറയും ഇത് എമ്പുരാൻ ഇമ്പാക്ട് ആണെന്ന് പറയും. തുടർച്ചയായ നോട്ടീസുകൾ എന്താണ് ആന്റണി പെരുമ്പാവൂർ ക്യാമ്പ് പറയുന്നത്, എന്താണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്? ഹാഷിമി, 2022 5 നിർമ്മാണ കമ്പനികളുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു ആദായ നികുതി വകുപ്പ്. ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസ്, ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന വേഫാർ ഫിലിംസ്, ആൻഡോ ജോസഫ് ഫിലിം കമ്പനി, ഒപ്പം തന്നെ പൃഥ്വിരാജ് കുമാറിന്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, പിന്നെ എബ്രഹാം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു നിർമ്മാണ കമ്പനി. ഇങ്ങനെ 5 സ്ഥലങ്ങളിലായിരുന്നു 2022 ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നത്. ഇതിന്റെ ബാക്കി എന്നോണമാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന് മാത്രം ഒരു നോട്ടീസ് ആദായ നികുതി വകുപ്പ് അയച്ചിരിക്കുന്നത്. ഈ നോട്ടീസിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് വിദേശത്ത്, അതായത് ഓവർസീസ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപാടുകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ വിശദീകരണം നൽകണമെന്നുള്ളതാണ്. വിദേശത്ത് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഈ മാസം അവസാനത്തിനുള്ളിൽ അത് ചെയ്യണമെന്നാണ് ആന്റണി പെരുമ്പാവൂരിനോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ലൂസിഫർ, ഒപ്പം തന്നെ മരക്കാർ അറബിക്കടലിന്റെ സിനിമ, ഈ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലും ആന്റണി പെരുമ്പാവൂർ ഈ മാസം അവസാനത്തിനുള്ളിൽ ആദായ നികുതി വകുപ്പിന് വിശദീകരണം നൽകണം. ഒപ്പം മോഹൻലാലിന് ദുബായിൽ വെച്ച് 2.5 കോടി രൂപ കൈമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും ആന്റണി പെരുമ്പാവൂർ വിശദീകരണം നൽകും. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ആദായ നികുതി വകുപ്പ് നൽകിയ നോട്ടീസിൽ ആന്റണി പെരുമ്പാവൂരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം 2022 നടന്ന പരിശോധനയിൽ അതിൻ്റെ കൃത്യമായ ഒരു റിപ്പോർട്ട് ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണ വിഭാഗത്തിന് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ വിഭാഗം ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് എമ്പുരാൻ സിനിമയുടെ നിർമ്മാണമോ അതുമായി ബന്ധപ്പെട്ട റിലീസോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുമായി യാതൊരു തരത്തിലും ഒരു ബന്ധവുമില്ല, നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് ആദായ നികുതി വകുപ്പ് നൽകുന്ന വിശദീകരണം. എന്തായാലും ആന്റണി പെരുമ്പാവൂരിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാവൂർ ഈ മാസം അവസാനത്തിനകം വിശദീകരണം നൽകുകയും